നമുക്കിന്ന് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പിറകെ ഒന്ന് പോയിട്ട് വരാം. എല്ലാ ദിവസവും ട്രംപിനെ വെച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. മൂപ്പർ അതിനും മാത്രമുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ സംസാരം വരുന്നത്. എന്തായാലും വലിയൊരു ഉച്ചകോടി നടന്നിരിക്കുകയാണല്ലോ, ഷാങ്ഹായ് ഉച്ചകോടി. ആ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്, അദ്ദേഹം പല രീതിയിലും ഷാങ്ഹായ് ഉച്ചകോടിയിൽ അവഗണിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലാണ്. ഏതാണ്ട് ഒരു ഓഞ്ഞ മുഖവുമായിട്ട് പ്രധാനമന്ത്രി മോദിയും ഷീ ജിൻപിങ്ങും ഒക്കെ നടക്കുമ്പോഴും കിം ജോങ് ഉന്നുമായിട്ടുള്ള ചർച്ച നടക്കുമ്പോഴും ഒക്കെ ഇദ്ദേഹം മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷമൊക്കെ ഷെഹബാസ് ഷെരീഫിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. അതായത് ഭീകരവാദം വിറ്റ് ജീവിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ ഏതൊരു ദുഷ്പ്രവൃത്തിയും അത് ചെയ്യുന്നവൻ ആരാണോ അവന് നേരെ തിരിച്ചടിക്കും എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പലതവണ ഇവർ ഈ പറയുന്ന ചൈനയുമായിട്ടൊക്കെ കൈകൊടുത്തുകൊണ്ട് ചൈനീസ് ഉപകരണങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടുകയല്ല, ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. യാതൊരു കാരണമില്ലാതെ മതഭ്രാന്തി തലക്ക് പിടിച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യയും ചൈനയും ചേർന്ന് നിൽക്കുന്നു. ഇവരെ സഹായിക്കാൻ ഇറങ്ങിയ ചൈനയ്ക്ക് ഇപ്പോൾ ഇവരെ വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ചൈനയും പാകിസ്ഥാനും തമ്മിലൊരു സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കുന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, BRI, ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി എന്ന് നമ്മൾ അതിനെ പറയുന്നുണ്ട്. എന്തായാലും ഈ പദ്ധതിയിൽ നിന്ന് ചൈന പിൻവാങ്ങിയതായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകൾ പറയുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിക്കാനും ചൈനയെ ഏതാണ്ട് ഒന്ന് പതപ്പിച്ച്, ഏറ്റവും പതയുള്ള സോപ്പിട്ടൊന്ന് കുളിപ്പിച്ച് പതപ്പിച്ച് ചൈനയിൽ നിന്ന് ഫണ്ടൊക്കെ വാങ്ങിയെടുക്കാനും വേണ്ടിയിട്ടായിരുന്നു അവിടെ ഷെഹബാസ് ഷെരീഫ് എത്തിയത്. മറ്റു ചില ബിസിനസ് താല്പര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ചൈന നോക്കിയത് ചൈനീസ് പൗരന്മാരുടെ സുരക്ഷയാണ്. ഉദ്യോഗസ്ഥ തടസ്സങ്ങളൊക്കെയും ഒരു ആശങ്കയായി ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ആകട്ടെ ഷെഹബാസ് ഷെരീഫിന് സമ്മതിക്കേണ്ടിയും വന്നു. അതായത് ഷെഹബാസ് ഷെരീഫ് സമ്മതിച്ചു, ചൈനീസ് തൊഴിലാളികൾക്കുൾപ്പെടെ അവിടെ, അതായത് പാകിസ്ഥാനിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നുണ്ട്, അവർ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം ഷെഹബാസ് ഷെരീഫിന് സമ്മതിക്കേണ്ടി വന്നു. ഷീ ജിൻപിങ്ങും ഉൾപ്പെടെയുള്ള അവരുടെ നയതന്ത്ര പ്രതിനിധികൾ അടക്കം, പ്രസിഡന്റും അവരുടെ നയതന്ത്ര പ്രതിനിധികളും ഒക്കെ അടക്കം സംസാരിക്കവേ ഷെഹബാസ് ഷെരീഫിന് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിലൊരു ആശങ്ക ഉള്ളയിടത്തേക്ക് അവരുടെ ആളുകളെ, അവരുടെ പൗരന്മാരെ, അവരുടെ തൊഴിലാളികളെ ചൈന എങ്ങനെ വിടും എന്നുള്ള ചോദ്യം അവിടെ നിന്നു. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാൻ തങ്ങൾ മുതിരും, ഇതെല്ലാം പരിഹരിച്ച ശേഷം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആവശ്യങ്ങളുമൊക്കെ ഷെഹബാസ് ഷെരീഫ് അവിടെ ചൈനീസ് പ്രസിഡന്റുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു, ആ പണി വേണ്ട മോനെ, ഞങ്ങളുടെ പൗരന്മാരുടെ ജീവനൊക്കെ ഞങ്ങൾക്ക് വിലയുണ്ട്, നിങ്ങളുടെ പൗരന്മാരുടെ ജീവന് യാതൊരു വിലയുമില്ല. നിങ്ങൾ അവിടെ ഭീകരവാദം വിൽക്കുകയോ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ ഉണ്ണുകയോ ഉറങ്ങുകയോ ശ്വസിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞങ്ങളുടെ പൗരന്മാരെ ഇതിനു വേണ്ടിയിട്ട് വിട്ടുതരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. കാരണം ഏതാണ്ട് 21ഓളം ചൈനീസ് പൗരന്മാരാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി അവിടെ ജോലിക്ക് പോവുകയും ജോലിക്ക് പോയതിൽ വെച്ച് 21ഓളം പൗരന്മാർ അവിടെ ചാവേർ ബോംബാക്രമണങ്ങളിലും മറ്റ് ആക്രമണങ്ങളിലുമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തെളിവ് സഹിതം ഈ പാകിസ്ഥാന്റെ മുമ്പിലേക്ക്, ഷെഹബാസ് ഷെരീഫിന്റെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ പറയുന്ന ഷെഹബാസ് ഷെരീഫിനെ ഇത് അംഗീകരിക്കാതെ മറ്റു വഴികളൊന്നുമില്ല. ഇന്ത്യയോട് മുട കാണിക്കുന്നത് പോലെയല്ല, ഇപ്പം ഇന്ത്യയോട് മുട കാണിക്കാനും പറ്റില്ല. അപ്പോൾ ചൈന അവരുടെ ഈ ഒരു പദ്ധതി, ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്, അതായത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, ആ പദ്ധതിയുടെ മെയിൻ ലൈൻ 1, ഈ ഒരു അതിൻ്റെ റെയിൽവേ നവീകരണമാണ്. മെയിൻ ലൈൻ 1 എന്ന് പറയുന്നത് റെയിൽവേ നവീകരണമാണ്. അതിൽ നിന്ന് ചൈന പിന്മാറി എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടാം ഘട്ടം നടത്തേണ്ടതുണ്ട്. ഈ രണ്ടാം ഘട്ടം നടത്തുന്നതിന് വേണ്ടുന്ന ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ചൈനയിലേക്ക് ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്, മറ്റ് ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പ്രധാനമായും പോയിട്ടുള്ളത് ഈ ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ രണ്ടാം ഘട്ടം അങ്ങ് ശരിയാക്കി കളയാം എന്നൊക്കെയാണ്. അപ്പോഴാണ് പറഞ്ഞത്, ഇല്ല സഖാവേ, ഞങ്ങൾ ഇനി ആ വഴിക്ക് വരുന്നില്ല, ഞങ്ങളുടെ പൗരന്മാർക്ക് ഇങ്ങനെ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഇന്ത്യയോട് ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാനുമായിട്ടുള്ള പദ്ധതിക്കൊക്കെ ചൈന ഫണ്ട് ചെയ്യുക? അത് ഒരു തരത്തിൽ ന്യായമായിട്ടുള്ള കാര്യമല്ല. ന്യായമല്ലാത്ത കാര്യങ്ങളിലൂടെ ഇവർ പോവുകയാണെങ്കിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഡീലൊക്കെയും ഇന്ത്യ അങ്ങ് മറക്കുമെന്നുള്ളതും, ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ചൈനയ്ക്ക് പുരോഗതി ഉണ്ടാകാനും ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാകാനും സാധ്യതയുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതും ചൈനയും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാകാം ഒരുപക്ഷെ പിന്മാറ്റം എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് ഇവർക്ക് പ്രധാനമായിട്ടും കിട്ടിയത്, അതായത് ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം ത്തിന് വേണ്ടുന്ന ഫണ്ട് കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് 8.5 ബില്യൺ ഡോളറിൻ്റെ ധാരണാപത്രങ്ങൾ ഒപ്പിച്ചു വെക്കാനായിട്ട് ഷെഹബാസ് ഷെരീഫിന് കഴിഞ്ഞു. അത് പ്രധാനമായിട്ടും കൃഷി, ഇലക്ട്രിക് വാഹനങ്ങൾ, സൗരോർജം, ആരോഗ്യം, സ്റ്റീൽ മേഖലകളിലായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള MOU സൈൻ ചെയ്യാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യം. ഒരു രാജ്യത്തെ പൂർണ്ണമായിട്ടും ദാരിദ്ര്യത്തിലോട്ട് തള്ളിവിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും വലിയ എന്താ പറയുക, ഇന്ത്യക്ക് അങ്ങനത്തെ കുത്തിത്തിരിപ്പ്, കുഴിത്തുരുമ്പ് സ്വഭാവമില്ലാത്തതുകൊണ്ട് ഇന്ത്യ അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. പക്ഷേ ഇവർ പ്രധാനമായും പോയിട്ടുള്ള ഈ ഒരു കാര്യമുണ്ടല്ലോ, CEPC പദ്ധതി, അത് നടക്കില്ല എന്നുള്ളതാണ്. ഈ CEPC പദ്ധതി എന്താണ് എന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് അറിഞ്ഞു പോകാം. ചൈനയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയുണ്ട്, സിൻജിയാങ് മേഖല. ഈ മേഖലയെ പാകിസ്ഥാനിലെ അറേബ്യൻ കടൽ തുറമുഖമായിട്ടുള്ള ഗ്വാദറുമായിട്ട് റോഡുകൾ, റെയിൽവേകൾ, പൈപ്പ് ലൈനുകൾ, ഊർജ പദ്ധതികൾ എന്നിവയിലൂടെ ഒരു ശൃംഖലയിലൂടെ ബന്ധിപ്പിക്കാനായിട്ട് ലക്ഷ്യമിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ഈ പറയുന്ന ബെൽറ്റ് ആൻഡ് റോഡ് അല്ലെങ്കിൽ CPEC പദ്ധതി എന്ന് പറയുന്ന ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. ഏതാണ്ട് 3000 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ പദ്ധതിക്ക് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ദക്ഷിണേഷ്യ, മധ്യേഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ഇടനാഴി, ഈ കോറിഡോർ പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാൻ കഴിയും, ചൈനീസ് ഊർജ്ജ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ കഴിയും, സുഗമമാക്കാൻ കഴിയും, സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. നിക്ഷേപങ്ങൾ ഏതാണ്ട് 60 ബില്യൺ ഡോളറിൽ കൂടുതലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഈ 60 ബില്യൺ ഡോളറാണ് പാകിസ്ഥാന് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് ഈ 6 ദിവസ സന്ദർശന വേളയിൽ പാകിസ്ഥാന്റെ സുരക്ഷാ അന്തരീക്ഷം അപകട സാധ്യതകൾ ഉയർത്തുന്നു എന്നാണ് ഷെരീഫ് ചൈനീസ് നിക്ഷേപകരോട് സമ്മതിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വരുന്നത്. എന്നാൽ ചൈനീസ് പൗരന്മാർക്ക് കർശനമായിട്ടുള്ള സംരക്ഷണമൊക്കെ നൽകുമെന്നാണ് പറയുന്നത്. അവിടുത്തെ പൗരന്മാർക്ക്, അതായത് പാകിസ്ഥാനിലെ പൗരന്മാർക്ക് പോലും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയാണ് മറ്റൊരു രാജ്യത്തെ പൗരന്മാർക്ക് കർശനമായ സുരക്ഷ നൽകുമെന്ന് പറയുന്നത്. അവിടെ പല ഭീകരരും ചില സമയങ്ങളിൽ നേരെ തിരിച്ച് ഈ ഭരണകൂടത്തിന് നേരെ തന്നെ ആക്രമണം നടത്തുന്ന സ്ഥിതിവിശേഷം പോലുമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ നൽകാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഷെഹബാസ് ഷെരീഫ് വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അവര് ഈ പറയുന്ന CPEC പദ്ധതി ഉണ്ടല്ലോ, ഈ പ്രോജക്റ്റ് 2.0 അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു. ആരെയും നോക്കിയില്ല. ഷെഹബാസ് ഷെരീഫ് അവിടെ നിന്ന് അങ്ങ് പ്രഖ്യാപിച്ചു, ഞങ്ങളിത് 2.0 നടപ്പാക്കാൻ പോവുകയാണ് എന്നുള്ളത്. പക്ഷെ ചൈനയുടെ പ്രതിനിധികൾ ആരും തന്നെ, പ്രസിഡന്റോ മിണ്ടിയില്ല. ചൈനീസ് പ്രതിനിധികളെങ്കിലും ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കണ്ടേ, അതുപോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു കാലത്ത് ഈ CPECയുടെ കേന്ദ്ര ബിന്ദുവായിരുന്ന ML1 റെയിൽവേ പദ്ധതിയിൽ നിന്ന് ചൈന പിന്മാറിയതോടുകൂടി ധനസഹായത്തിനായിട്ട് ഇനി പാകിസ്ഥാൻ പോകുന്നത് ADB ആണ്, അതായത് ഏഷ്യൻ വികസന ബാങ്കിലേക്കാണ് പോകുന്നത്. കറാച്ചിയിൽ നിന്ന് പെഷവാറിലേക്കുള്ള 1800 കിലോമീറ്റർ പാതയുടെ ഭാഗമായിട്ടുള്ള കറാച്ചി റോഹ്രി ഭാഗം നവീകരിക്കുന്നതിന് ഇസ്ലാമാബാദ് ഇപ്പോൾ തന്നെ $2 ബില്യൺ വായ്പ തേടുകയും ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ
CPEC നിക്ഷേപങ്ങളിൽ $60 ബില്യൺ ചൈന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഗ്ദാനമാണ് ചൈന അങ്ങ് മടക്കി കൂട്ടി പോക്കറ്റിലിട്ട് വെച്ചിട്ട് ഷെഹബാസ് ഷെരീഫിനോട് ബൈ ബൈ പറഞ്ഞു വിട്ടത്. ഈ ML1 റെയിൽവേ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഏറ്റവും വലുതും ഏറ്റവും പരിവർത്തനാത്മകവുമായിട്ടുള്ള ഒന്നായിട്ടാണ് ഈ ചൈനയും പാകിസ്ഥാനും ഒക്കെ ആദ്യഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ ഒരു ദശാബ്ദത്തോളം ഈ ചർച്ചകളും പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്കുമൊക്കെ ശേഷം ഇത്ര കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു പദ്ധതിക്ക് ധനസഹായം നൽകാനുള്ള ബീജിങ്ങിൻ്റെ ആഗ്രഹം അങ്ങ് കുറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇതിനകത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. അത് പറഞ്ഞുകൊണ്ട് നമുക്കിതൊന്ന് സംസാരം നിർത്താം. ബീജിങ്ങിൻ്റെ പങ്കാളിത്തം ഉപേക്ഷിക്കൽ അവരുടെ വിദേശ ചെലവുകളുടെ വിശാലമായിട്ടുള്ള ഒരു പുനഃക്രമീകരണത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധരൊക്കെയും പറയുന്നത്. സ്വന്തം സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിൽ ആണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മറ്റൊരു കാര്യം തിരിച്ചടവ് അപകട സാധ്യതകൾ, അതായത് പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് കടം തിരിച്ചടവ് അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. അതായത് കൊടുക്കുന്ന വായ്പ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് മുൻപ് വായിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 70ഓളം രാജ്യങ്ങൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ട് ഈ ചൈന. ഈ കൊച്ചു രാജ്യങ്ങളുണ്ടല്ലോ കടക്കണിയിൽ പെട്ടിട്ടുള്ള ആ രാജ്യങ്ങൾക്കൊക്കെയും നൽകിയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉയർന്ന എക്സ്പോഷർ പദ്ധതികളിൽ നിന്ന് അതുകൊണ്ട് തന്നെ, അതായത് ഇത്രത്തോളം കൂടുതൽ തുക ചെലവ് വരുന്ന പദ്ധതികളിൽ നിന്ന് ചൈന അതുകൊണ്ട് നിരുപാധികം പിന്മാറുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. ചൈനീസ് വൈദ്യുതി ഉൽപ്പാദകർക്കുള്ള പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന കുടിശ്ശികയും അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള ജാമ്യാപേക്ഷകളും ഇതിനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാന് ആവർത്തിച്ച് IMF-ലുള്ള ജാമ്യാപേക്ഷയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ പാകിസ്ഥാന്റെ കാര്യവും പരുങ്ങലിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കൊടുത്ത പണം തിരിച്ചു കിട്ടില്ല ഒരു കാലത്തും എന്നുള്ളത് ചൈന മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്തായാലും ഈ പിന്മാറ്റം CPECയുടെ അന്ത്യം കുറിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ആക്കം കുറയുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും നടപ്പാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2015-നും 2019-നും ഇടയിൽ നടന്ന ഒരു പൊട്ടിത്തെറിക്ക് ശേഷം കുറച്ച് പ്രധാന പദ്ധതികൾ മാത്രമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ പാകിസ്ഥാന്റെ റെയിൽവേയെ ആധുനികവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത അത് കാനഡയിലെ ബാരിക് ഗോൾഡ് വികസിപ്പിച്ചെടുത്ത ബലൂചിസ്ഥാനിലെ റെക്കോ ഡിക് ചെമ്പ് സ്വർണ്ണ ഖനിയിലൂടെയാണ് പോകുന്നത്. വാഷിംഗ്ടൺ കണ്ണുവച്ചിരിക്കുന്നത് ഈ ഖനിയിലാണ്. കയറ്റുമതി വരുമാനത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഖനിക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു ഗതാഗത ശൃംഖല ആവശ്യമാണ്. ഈ നിലവിലെ റെയിൽവേ സംവിധാനം കാലഹരണപ്പെട്ടതാണ് എന്നുള്ളതാണ്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള ഇത് വളരെ കാലഹരണപ്പെട്ടതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് റെക്കോർഡിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായിട്ട് ADB ഇതിനകം തന്നെ $410 മില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് പാകിസ്ഥാന്റെ ദീർഘകാല കയറ്റുമതി തന്ത്രത്തിന്റെ പങ്ക് ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ADBയിലേക്ക് തിരിയുന്നത് നയതന്ത്രപരമായിട്ടുള്ള മാറ്റത്തെ കൂടി സാമ്പത്തിക മാറ്റത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു ബഹുമുഖ വായ്പ നൽകുന്ന കമ്പനി ഒരു മുൻനിര ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് നേതൃത്വം നൽകുക കൂടിയാണ് ഇതുവഴി ചെയ്യുന്നത്. എന്തായാലും ചൈന ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. ഇനി അടുത്ത വഴി തേടുക മാത്രമാണ് ഉള്ളത്. ഈ പറയുന്ന ADB വായ്പ നൽകുന്നുണ്ടെങ്കിൽ അതിൽ ഈ സ്വർണ്ണ ചെമ്പ് ഖനികളിലുള്ള ഒരു നോട്ടം ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകും ഇവർക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ചൈന കൈവിട്ടതോടുകൂടി പാകിസ്ഥാൻ ഞെളിപിരി കൊണ്ടുകൊണ്ട് അടുത്തതായി അവലംബിക്കാൻ പോകുന്ന സൂത്രപ്പണികൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.